മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച പാഠഭാഗത്തിന്റെ ബാലൻസ് കുറച്ച് ഭാഗങ്ങളാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈറസ് എന്ന് പറയുന്ന പതോജനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട പതോജൻസിന് എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നത്, ബാക്ടീരിയ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതെല്ലാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറസ് എന്ന് പറയുന്ന സൂക്ഷ്മാണു എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നത്, അതുമൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ ഏതെല്ലാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് വൈറസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വൈറസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ രോഗാണുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് വെറും സിമ്പിൾ സ്ട്രക്ചർ ആണ്. വളരെ ലഘു ഘടനയോട് കൂടിയ ഒരു ഘടനയുള്ള അല്ലെങ്കിൽ സ്ട്രക്ചർ ഉള്ള ഒരു രോഗാണുവാണ് ആരെന്ന് പറയുന്നത്. കാരണം ഒരു പ്രോട്ടീൻ കോട്ടും അതിനകത്ത് ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA, മനസ്സിലാകുന്നുണ്ടോ? ഒരു പ്രോട്ടീൻ കോട്ട് അതിനകത്ത് ഒന്നുകിൽ ഒരു DNA അല്ലെങ്കിൽ ഒരു RNA, ഇത്രയേ ഉള്ളൂ ഒരു വൈറസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ അത് DNA ആകാം അല്ലെങ്കിൽ എന്താകാം, RNA ആകാം. ഒരു ജനറ്റിക് മെറ്റീരിയലും അതിന് പുറമെ അല്ലെങ്കിൽ അതിനെ ആവരണം ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ കോട്ട്, ഒരു മാംസ്യത്തിന്റെ ഒരു കവറിങ്ങും, അത്രയേ ഉള്ളൂ വൈറസ്. പക്ഷെ അതിന്റെ ഘടന ഇത്രയേ ഉള്ളെങ്കിൽ തന്നെയും പുള്ളിക്കാരൻ നമ്മുടെ ശരീരത്തിൽ മാരകമായിട്ടുള്ള രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സാധാരണ കോശത്തിൽ കാണുന്നത് പോലെ യാതൊരുവിധ കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മ റെറ്റിക്കുലം, റൈബോസോം, ഗോൾജി കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കോശാംഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള യാതൊരുവിധ കോശാംഗങ്ങളും ഇതിൽ കാണപ്പെടുന്നില്ല, നമ്മുടെ വൈറസിൽ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ശരീരത്തിലേക്ക്, ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജീവിയുടെ അല്ലെങ്കിൽ ആ കോശത്തിന്റെ ജനിതക ഘടനയെ ഇനി കൺട്രോളിലാക്കും. ആദ്യം വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് ഏത് കോശത്തെയാണോ ആക്രമിച്ചത് ആ കോശത്തിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കൺട്രോളിലാക്കും. മനസ്സിലാക്കുന്നോ? ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൺട്രോളിലാക്കി അത് ഉപയോഗിച്ചാണ് ഇതെന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവില്ല. ആദ്യമേ തന്നെ ചെന്നിട്ട് ഏത് കോശത്തെയാണോ ആക്രമിക്കുന്നത് അതിന്റെ കോശ അംഗത്തെ അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ ആരെങ്കിലും കൺട്രോളിലാക്കുന്നു, നമ്മുടെ വൈറസ് കൺട്രോളിലാക്കും. എന്നിട്ട് ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിനകത്ത് പല പ്രവർത്തനങ്ങളും നടത്തും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. എന്താണ് സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്നത്? ഒരു ജനറ്റിക് മെറ്റീരിയലും അതിന്റെ പ്രോട്ടീൻ കോട്ട് അതിനെ ആവരണം ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു മാംസ്യത്തിന്റെ ആവരണവും മാത്രമാണ് ആരുടെ ഘടന എന്ന് പറഞ്ഞിരിക്കുന്നത്, വൈറസിന്റെ ഘടന. മനസ്സിലാകുന്നത്? എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ആ ഏത് കോശത്തെയാണോ ഇത് ആക്രമിക്കുന്നത് ആ കോശത്തിന്റെ ജനിതക ഘടനയെ നമ്മുടെ വൈറസ് എന്ത് ചെയ്യുന്നു, അന്ന് കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്തിന്റെ ഡിവിഷൻ നടത്തുന്നത്, വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. പുതുതായിട്ടുണ്ടാകുന്ന വൈറസുകളും മറ്റു കോശങ്ങളെ ആക്രമിക്കുന്നു, ആ കോശങ്ങളുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ അവർ കൺട്രോളിലാക്കുന്നു, വീണ്ടും അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, വൈറസിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു. ഈ വൈറസിന്റെ എണ്ണം നമ്മുടെ ശരീരത്തിൽ കൂടുന്ന അനുസരിച്ചാണ് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്ത് ചെയ്തു തുടങ്ങുന്നത്, പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പം അത് മാത്രമല്ല, ഈവൻ മനുഷ്യനെ മാത്രമല്ല പ്ലാന്റ്സിനെയും മറ്റു ജീവജാലങ്ങളെയും ഈവൻ ബാക്ടീരിയയെ പോലും അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വൈറസുകൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് നമുക്ക് വൈറസിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായിരുന്നു വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പതോജനാണ്, സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒളിയെ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് പ്രോട്ടീൻ കോട്ട്. ഒരു ജനറ്റിക് മെറ്റീരിയലും ഒരു പ്രോട്ടീൻ കോട്ടും ഒരു മാംസ്യത്തിന്റെ ആവരണം. ജനറ്റിക് മെറ്റീരിയൽ എന്തൊക്കെയാകാം? ഒന്നുകിൽ DNA ആകാം അല്ലെങ്കിൽ എന്താകാം, RNA. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? അപ്പം എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏത് കോശത്തെയാണോ ഇത് ആക്രമിക്കുന്നത് ആ കോശത്തിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനിതക ഘടനയെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, നിയന്ത്രണത്തിലാക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ മാത്രമല്ല മറ്റു മൈക്രോ ഓർഗാനിസംസ്, ഈവൻ മറ്റു പ്ലാന്റ്സ്, മറ്റു ജീവജാലങ്ങൾ, ഈവൻ ആരെ പോലും, ബാക്ടീരിയകളെ പോലും അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വൈറസുകൾക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് വൈറസ് മൂലം ഉണ്ടാകുന്ന ഏതാനും ചില രോഗങ്ങളെ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ രോഗമാണ് നിപ്പ. അല്ലെ, നമ്മുടെ നാട്ടില്
കൊറോണയ്ക്ക് മുമ്പ് കൊറോണ വൈറസ് ആലോചിക്കണം, കൊറോണയും വൈറസാണ്. ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനും കാരണം ആരാണ്? വൈറസ് ആണ്. സ്പ്രെഡ് ചെയ്യുന്ന രീതിയൊക്കെ നമുക്കറിയാം അല്ലേ? ആ രോഗിയുടെ സ്രവം മീൻസ് എന്താ പറയുക, സലൈവയിൽ കൂടിയോ അല്ലെങ്കിൽ അയാളുടെ മ്യൂക്കസിൽ കൂടിയോ അയാളുടെ കോണ്ടാക്റ്റിൽ കൂടിയാണ് ഈ വൈറസ് എന്ത് ചെയ്യുന്നത് കൂടുതലും സ്പ്രെഡ് ആവുന്നതാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ട് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനും ആര് തന്നെയാണ്? വൈറസാണ്. കണ്ടോ? അപ്പൊ ചെറിയ ഒരാളാണെങ്കിൽ പോലും കണ്ടോ, അപ്പൊ പഠിക്കാൻ പറ്റിയ ഒരു സന്ദർഭം തന്നെയാണ്. വളരെ ലഘുവായ സ്ട്രക്ചറാണ് വൈറസിനുള്ളതെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള മഹാമാരികൾക്ക് കാരണമാകുന്ന ആള് തന്നെയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? വൈറസ്. തൊട്ട് മുമ്പ് നിപ നമുക്കറിയാം വളരെ വലിയ പ്രശ്നമായിരുന്നു അല്ലേ? നിപയ്ക്ക് നിപ വൈറസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിപ വൈറസ് മനസ്സിലാവുണ്ടോ? ഇതിന്റെ വെക്ടർ അല്ലെങ്കിൽ വാഹകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്, നമ്മുടെ പഴങ്ങളൊക്കെ കഴിക്കുന്ന ബാറ്റ്സ്, വവ്വാലാണ് ഈ രോഗം പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? പകരുന്നത്. ഇറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സലൈവ ഓഫ് ബാറ്റ് ഓർ യൂറിൻ. സലൈവയിൽ കൂടിയോ യൂറിനിൽ കൂടിയോ ഒക്കെ തന്നെയാണ് ഈ രോഗം എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും പകരുന്നത്. ഇത് അഫക്ട് ചെയ്ത പിഗ്സ്, പന്നികളിൽ നിന്നും ഏത് രോഗം സ്പ്രെഡ് ആകാറുണ്ട്? നിപ എന്ന് പറയുന്ന രോഗം എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ആയി കാണുന്നുണ്ട്. മനസ്സിലാവും. അപ്പൊ നിപയെ കുറിച്ച് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ പുസ്തകത്തിൽ കിടക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് മോഡൽ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നിപയ്ക്ക് കാരണമാകുന്ന വൈറസിനെ വിളിക്കുന്നവർ നിപ വൈറസ് എന്നും അതിന്റെ വെക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണ്. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്. ഇപ്പം അത് ഈ ബാറ്റ് കഴിച്ചിട്ട് അല്ലെങ്കിൽ കടിച്ചതിന്റെ ബാലൻസ് കിടക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇപ്പൊ പേരൊക്കെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓലൊക്കെ ചപ്പിയതൊക്കെ കിടക്കണം, അതിന്റെ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്ത് കഴിയും. അങ്ങനെയൊക്കെ കഴിക്കുന്നതിലൂടെയോ അതിന്റെ സലൈവയിൽ കൂടിയോ യൂറിനിൽ കൂടിയോ ഒക്കെയാണ് ഈ രോഗം പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? പകരുന്നത് എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നത്. അപ്പൊ ഒന്നാമത്തെ രോഗം ഏതാണ്? നിപ. അടുത്ത രണ്ടാമത്തെ രോഗത്തിലേക്ക് കിടക്കുന്നു. രണ്ടാമത്തെ രോഗത്തിന്റെ പേര് വളരെയധികം ഫെമിലിയർ ആണ്, നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതുമായ ഒരു രോഗത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എയ്ഡ്സ്. നോക്കാം എന്താണ് എയ്ഡ്സ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, ഇതാണ് എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി, ഡെഫിഷ്യൻസി കുറവ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് കുറവുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? എയ്ഡ്സ്. ഇതിന് കാരണമാകുന്ന വൈറസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രോഗത്തിന്റെ പേര് എയ്ഡ്സ് എന്നാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് നമ്മൾ പറഞ്ഞു. കാരണമാകുന്ന വൈറസിന്റെ പേര് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്നാണ്. എങ്ങനെയാണ് ഇനി ഇത് അറ്റാക്ക് ചെയ്യുന്നത്? ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതാദ്യമേ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ലിംഫോസൈറ്റുകളായിരിക്കും. ലിംഫോസൈറ്റുകളെ കുറിച്ച് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബ്ലഡ് സെൽസ്, WBCകൾ, ശ്വേത രക്താണുക്കളെ നമ്മൾ 5ആയിട്ട് തരംതിരിക്കുകയുണ്ടായി. ന്യൂട്രോഫില്ല്, ബേസോഫില്ല്, മോണോസൈറ്റ്, ഇസ്നോഫില്ല്, ലിംഫോസൈറ്റ് എന്നിങ്ങനെ നമ്മൾ തരംതിരിച്ചു. ഇതിൽ ഈ ലിംഫോസൈറ്റ് വിശദമായിട്ട് നമ്മൾ ലിംഫോസൈറ്റിനെ കുറിച്ച് അടുത്ത പാഠത്തിൽ വിശദമായിട്ട് കുറച്ചുകൂടെ നമ്മൾ പഠിക്കും. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം, രോഗപ്രതിരോധ ശേഷി നമുക്ക് നൽകുന്നതിൽ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നയാളാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ശ്വേതരക്താണു അല്ലെങ്കിൽ WBC. അപ്പം ഈ HIV നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമേ ആരെ അറ്റാക്ക് ചെയ്യുന്നു? നമ്മുടെ ലിംഫോസൈറ്റുകളെ അറ്റാക്ക് ചെയ്യും. ദാറ്റ് മീൻസ് the number of lymphocytes in our body become decreases. നമ്മുടെ ശരീരത്തിലെ എന്തിന്റെ എണ്ണം ക്രമാതീതമായി കുറയുന്നു? ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു. ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കുക ഇമ്മ്യൂണിറ്റി തരുക എന്നുള്ളതാണ്. അപ്പൊ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എന്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്? ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ നമ്മുടെ ശരീരത്തിലേക്ക് വളരെ വേഗത്തിൽ മറ്റു രോഗാണുക്കൾക്ക് കടന്നു കയറുവാനും ആ രോഗം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ മാരകമാകുവാനും കാരണമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല. ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നമുക്കറിയാം. രോഗാണുക്കളെ ഫൈറ്റ് ചെയ്യാൻ, രോഗാണുക്കളോട് എതിർത്ത് നിൽക്കുവാനുള്ള അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുവാനുള്ള നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ കഴിവിനെയാണ്. ഇമ്മ്യൂണിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു ഡിഫെൻഡ് ദ ഡിസീസസ് ഓർ ഡിസ്ട്രോയ് ദ ജേംസ്. ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുവാനുള്ള നമ്മുടെ സ്വാഭാവികമായ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി. ഈ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തു തരുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ആളായിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ലിംഫോസൈറ്റ് എന്ന WBC. അപ്പൊ ഈ HIV എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം പുള്ളിക്കാരൻ ആക്രമിക്കുന്ന ആരെയാണ്? നമ്മുടെ ലിംഫോസൈറ്റുകളെ. അപ്പൊ ലിംഫോസൈറ്റുകളെ ആക്രമിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം എന്ത് ചെയ്യുകയാണ്? ഡിക്രീസസ്, കുറഞ്ഞുകൊണ്ടേയിരിക്കും.
അപ്പൊ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തും ഇല്ലാതാവുകയാണ്, ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. വളരെ ഇപ്പൊ ചുറ്റുമതിലോ അല്ലെങ്കിൽ വേലിയോ ഒന്നുമില്ലാത്ത തുറസായി കിടക്കുന്ന ഒരു വസ്തു, ഒരു പ്രദേശം. അവിടെ ആരും നോക്കാനും കാണാനും ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറി എന്ത് വേണമെങ്കിലും ചെയ്യാം. തേങ്ങായിട്ട് കൊണ്ടുപോകാം, മാങ്ങ പറിച്ചുകൊണ്ട് പോകാം, എന്ത് പരിപാടി ആണെങ്കിലും നമ്മൾ പിള്ളേരാണെങ്കിൽ കയറി കളിക്കുക അതിനകത്ത്, ഇല്ലെന്ന് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി വേണം. ആ രോഗപ്രതിരോധ സംവിധാനമാണ് നമ്മുടെ ശരീരത്തിൽ എന്താകുന്നത്, ഇല്ലാതാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ വേഗത്തിൽ മറ്റു രോഗാണുക്കൾക്ക് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ മറ്റു രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് അതേപോലുള്ള മറ്റു രോഗങ്ങൾ നമുക്ക് പിടിപെടുകയും അത് മാരകമായി അവസാനം എന്തിനു വരെ കാരണമായേക്കാം, മരണത്തിന് വരെ കാരണമാകുന്ന ഒരവസ്ഥ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് നമുക്ക് എവിടെ പറയാനുള്ളത്, എയ്ഡ്സ് എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി നമുക്കിവിടെ സംസാരിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. എയ്ഡ്സ് എങ്ങനെ പകരുന്നു, എങ്ങനെ പകരുന്നില്ല. 2 കാര്യങ്ങൾ നമുക്കറിയണം. പകരുന്ന രീതിയും അറിയണം, എന്തൊക്കെ ചെയ്താൽ പകരത്തില്ല. കാരണം എയ്ഡ്സ് എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മിഥ്യാധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം എയ്ഡ്സ് രോഗബാധയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രോഗം പകരണമെന്നില്ല. അയാളുമായിട്ട് ഒന്നിച്ചൊന്ന് കുളത്തിൽ കുളിച്ചു, അല്ലെങ്കിൽ അയാൾ കഴിച്ച ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ അയാൾ കഴിച്ച ആ പാത്രത്തിൽ നമ്മൾ കഴിച്ചു, അല്ലെങ്കിൽ അയാൾ തോർത്തെടുത്ത് നമ്മളൊന്ന് തോർത്തി, അയാൾ യൂസ് ചെയ്ത ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതല്ല. അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചു, അയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, അയാളൊന്ന് തുമ്മി, അല്ലെങ്കിൽ അയാളെ കടിച്ച കൊതു വന്ന് നമ്മളെ കടിച്ചു. ഇങ്ങനെയൊന്നും നമ്മുടെ ശരീരത്തിൽ എന്ത് പകരുന്നില്ല, എയ്ഡ്സ് പകരുന്നില്ല. എങ്ങനെയൊക്കെ പകരുന്നു നോക്കാം. ത്രൂ അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ്, അണുവിമുക്തമാക്കാത്ത, അതായത് എയ്ഡ്സ് രോഗിയിൽ ഉപയോഗിച്ച ഓർ അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, അങ്ങനെ തന്നെ പറയാം നമുക്ക്. രോഗബാധയുള്ള വ്യക്തിയെ കുത്തിയ സിറിഞ്ചോ സൂചിയോ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നുണ്ടോ, ഒന്നാമത്തെ രീതിയാണ് ത്രൂ അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ്. ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തം കൈമാറ്റം ചെയ്യുന്നതിലൂടെ, അതായത് രോഗബാധയുള്ള വ്യക്തിയിലുള്ള രക്തം നമ്മൾ എന്ത് ചെയ്യുന്നതിലൂടെ, സ്വീകരിക്കുന്നതിലൂടെ പകരം. മനസ്സിലാകുന്നുണ്ടോ? ഫ്രം ദ മദർ ടു ഫീറ്റസ്, രോഗബാധയുള്ള മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് ത്രൂ പ്ലാസന്റ, എന്ത് വഴി, പ്ലാസന്റ വഴി പകരം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ത്രൂ പിന്നെന്താ നോക്കിയേ, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, രോഗബാധയുള്ള വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ. പ്രധാനമായും ഈ 4 മാർഗങ്ങളിൽ കൂടി മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഏത് രോഗം പകരുകയുള്ളൂ, എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പകരുക. അപ്പൊ 4 മാർഗങ്ങൾ എന്തൊക്കെയാ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഷെയറിംഗ് ദ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് യൂസിംഗ് an AIDS patient, രോഗബാധയുള്ള വ്യക്തി ഉപയോഗിച്ച സിറിഞ്ചോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അണുവിമുക്തമാക്കാത്ത സിറിഞ്ചോ സൂചിയോ ഒക്കെ ഉപയോഗിക്കുന്നതോടെ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, രോഗബാധയുള്ള വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ. മനസ്സിലാകുന്നുണ്ടോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തനിവേശനം ചെയ്യുന്നുണ്ട്, അതായത് രോഗബാധയുള്ള വ്യക്തിയിൽ നിന്ന് ബ്ലഡോ ബ്ലഡ് സെല്ലുകളോ ബ്ലഡ് കമ്പോണൻസോ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പകരം. ഫ്രം ദ ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, രോഗബാധയുള്ള അമ്മയിൽ നിന്ന് ശിശുവിലേക്ക് പകരം. ത്രൂ പ്ലാസന്റ, എന്തുവഴി, പൊക്കിൽ കൊടി വഴി, പ്ലാസന്റ വഴി പകരം. എങ്ങനെയൊക്കെ ഇത് പകരുന്നില്ല അതുകൂടെ പറയണം. എങ്ങനെയൊക്കെ പകരുന്നില്ല, നമ്മുടെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി കിടപ്പുണ്ട് പകരാത്ത രീതികളെ കുറിച്ച്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കിയേ. നോക്കിയാ പറഞ്ഞിരിക്കുന്നത് ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്, കഫിംഗ്, സ്നീസിംഗ് എക്സെട്ര. അയാൾക്ക് ഒന്നൊരു ഷേക്ക് ഹാൻഡ് കൊടുത്താലോ, അയാൾ അടുത്തിരുന്ന് ചുമച്ചാലോ, അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അയാൾ തുമ്മുമ്പോൾ, ഇതൊന്നും രോഗബാധ ഉണ്ടാകുന്നില്ല. ത്രൂ ദ ബൈറ്റ് ഓഫ് മൊസ്കിറ്റോസ്, അത് അയാളെ കടിച്ച കൊതു വന്ന് നമ്മളെ കടിക്കുന്നതിലൂടെ ഒന്നും പറയില്ല. ഷെയറിംഗ് ഫുഡ്സ്, ആഹാരം എന്ത് ചെയ്യുന്നതിലൂടെ, ഷെയർ ചെയ്യുന്നതിലൂടെ പകരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ബാത്ത് ഓൺ സെയിം പോട്ട്, ഒരേ കുളത്തിൽ കുളിച്ചെന്നും പറഞ്ഞുകൊണ്ട് പകരുന്നില്ല. യൂസിങ് സെയിം ടോയ്ലറ്റ്സ്, ഒരേ ടോയ്ലറ്റ് ഉപയോഗിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പകരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ മാർഗങ്ങളിൽ കൂടി ഒന്നും എന്ത് ചെയ്യുന്നില്ല, എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു രോഗം എന്ത് ചെയ്യുന്നില്ല, പകരുന്നില്ല. അപ്പൊ ഒരുമിച്ച് താമസിച്ചാലോ, ഒരു പാത്രത്തിൽ ആഹാരം കഴിച്ചാലോ, ഷേക്ക് ഹാൻഡ് കൊടുത്താലോ, ആ രോഗി തുമ്മിയാലോ, പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ, അയാളുമായിട്ട് ഒരു കുളത്തിൽ കുളിച്ചാലോ, അയാൾ ഉപയോഗിച്ച ടോയ്ലറ്റ് യൂസ് ചെയ്താലോ ഒന്നും തന്നെ ഈ രോഗം എന്ത് ചെയ്യുന്നില്ല, പകരുന്നില്ല. പകരം പകരുന്ന 4 മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഏതൊക്കെയാണ് 4 മാർഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ഷെയറിംഗ് സിറിഞ്ചസ് ആൻഡ് നീഡിൽസ് യൂസിംഗ് ബൈ ആൻ എയ്ഡ്സ് പേഷ്യന്റ്, രോഗബാധയുള്ള വ്യക്തി ഉപയോഗിച്ച സിറിഞ്ചോ സൂചിയോ ഷെയർ ചെയ്യുന്നതിലൂടെ പകരാം. രണ്ടാമത് പറഞ്ഞു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തം കൈമാറ്റം ചെയ്യുന്നതിലൂടെ പകരുന്നു. പിന്നെന്താണ്, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, രോഗബാധയുള്ള വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ പകരാം.
ഫ്രം ദ ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, രോഗബാധയുള്ള അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും ഈ രോഗം എന്ത് ചെയ്യാം, പകരാം. അല്ലാതെ നേരത്തെ ഇതൊരു മിഥ്യാധാരണ ഒഴിവാക്കാൻ കൂടിയാണ് നമുക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ ഒരു എയ്ഡ്സ് ഉള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ മാറ്റി നിർത്തും. സ്വാഭാവികമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇതാണ്, സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അപ്പം അങ്ങനെ അവർക്ക് ഒരു കെയർ കൊടുക്കാൻ കൂടി വേണ്ടിയാണ്, ഇതിനെക്കുറിച്ച് അവബോധം നൽകുവാൻ കൂടിയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ എയ്ഡ്സ്, അപ്പം വൈറസ് മൂലമുണ്ടാകുന്ന രണ്ടാമത്തെ രോഗത്തിന്റെ പേരാണ് നമ്മൾ പഠിച്ചത്. എന്താണ് എയ്ഡ്സ്? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. അതിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേര് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്നാണ്. എങ്ങനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്? ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? അറ്റാക്ക് ലിംഫോസൈറ്റ്സ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ആരെ അറ്റാക്ക് ചെയ്യുന്നു? ലിംഫോസൈറ്റ്സ്. ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ബിക്കം ഡിക്രീസസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ എന്തിന്റെ എണ്ണം കുറയുന്നു? ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു. ആസ് എ റിസൾട്ട് ഇമ്മ്യൂണിറ്റി ബിക്കം ഡിക്രീസസ്. എന്തും ഇല്ലാതാവുകയാണ്, ഇമ്മ്യൂണിറ്റിയും ഇല്ലാതാകും. ഇമ്മ്യൂണിറ്റി ഇല്ലാതായി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? മറ്റു പതോജൻസിന് വളരെ ഈസിയായി നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആ രോഗം കൂടുതൽ എന്താകുന്നു? ക്രൂഷ്യലാവുകയും മാരകമാവുകയും അത് എന്തിന് കാരണമാകുന്നു? അവസാനം അത് മരണത്തിന് വരെ കാരണമായി. പകരുന്ന രീതികൾ പറഞ്ഞു, പകരാത്ത രീതികൾ പറഞ്ഞു. പകരാത്ത രീതികൾ എന്താണ്? ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതിലൂടെയോ തുമ്മുന്നതിലൂടെയോ ചുമയ്ക്കുന്നതിലൂടെയോ രോഗം പകരുന്നില്ല. ഒരുമിച്ച് താമസിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ആഹാരം ഷെയർ ചെയ്യുന്നതിലൂടെ പകരുന്നില്ല. മൊസ്കിറ്റോ കൊതുക് കടിക്കുന്നതിലൂടെ പകരുന്നില്ല. ഒരേ കുളത്തിൽ കുളിച്ചാൽ പകരുന്നില്ല. ഒരേ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ പകരുന്നില്ല. ശരിയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും ഈ രോഗം എന്ത് ചെയ്യത്തില്ല, പകരത്തില്ല. പകരുന്ന 4 മാർഗങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മനസ്സിലാവുമ്പോൾ 2 രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ രോഗം ഏതായിരുന്നു? നിപ്പ. രണ്ടാമത്തെ രോഗം ഏതാണ്? എയ്ഡ്സ്. സംശയമില്ല പറഞ്ഞതിനകത്ത്. നമുക്കിനി 3ാമത്തെ രോഗത്തിലേക്ക് കിടക്കാം. 3ാമത്തെ രോഗത്തിന്റെ പേരാണ് ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ പറയും. നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. അതിന്റെ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചും എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നോക്കുക, ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം പ്രധാനമായിട്ട് നമ്മുടെ ലിവറിനെയാണ് ബാധിക്കുന്നത്, കരളിനെ ബാധിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വൈറസ് ഇൻഫെക്ഷൻ മൂലം, ലിവറിലൊക്കെ വൈറസ് മൂലമുള്ള ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം, ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് പറയും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീര് വെക്കുന്ന അവസ്ഥ, കരൾ വീക്കം. ഇത് മൂലമൊക്കെ നമ്മുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ട്, നമുക്കറിയാം, പിത്തരസം അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് എന്ന് വിളിക്കും. ഇതിന്റെ ഒഴുക്ക്, ഫ്ലോ ബിക്കം ഒബ്സ്ട്രക്റ്റഡ്, അങ്ങ് തടസ്സപ്പെടും. ആസ് എ റിസൾട്ട് അതിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ബിലിറൂബിൻ. ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് നമ്മുടെ ഈ ബൈലിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ പിത്തരസത്തിൽ കാണപ്പെടുന്നത്. ഇതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? ഇൻക്രീസസ്, ക്രമാതീതമായി മഞ്ഞ നിറമാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പറയുന്നത്. നമ്മുടെ യൂറിന്റെ ഒക്കെ കളർ എന്താവുക? ഡാർക്ക് യെല്ലോ ആയിട്ട് മാറുക. നമ്മുടെ നെയിൽസ്, നഖങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ കളർ ചേഞ്ച് ഉണ്ടാകുന്നു. കണ്ണിന്റെ വെള്ള ഭാഗത്തൊക്കെ മഞ്ഞ കളർ പ്രത്യക്ഷപ്പെടുക എന്നതൊക്കെയാണ് ഏത് രോഗത്തിന്റെ പ്രധാന പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ 3 രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ രോഗം എന്ന് പറഞ്ഞാൽ നിപ്പ, രണ്ടാമത്തെ രോഗം ഏതാണ്? എയ്ഡ്സ്, മൂന്നാമത്തെ രോഗം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ഏത് ഭാഗത്തെയാണ്? ലിവറിനെയാണ്. അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകും. വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നത് മൂലമാണ് പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാകുന്നത്. എന്ത് പ്രശ്നമാണ്? ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ ജ്യൂസ്, പിത്തരസം എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ, ഒഴുക്ക് ബിക്കം ഒബ്സ്ട്രക്റ്റഡ്, അതെന്ത് ചെയ്യും? തടസ്സപ്പെടുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ പിത്തരസത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു. അതിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആയിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ബിലിറൂബിൻ. ആസ് എ റിസൾട്ട് ദ പിഗ്മെന്റ് ഓഫ് ബിലിറൂബിൻ ബിക്കം ഇൻക്രീസസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ബിലിറൂബിന്റെ അളവും ക്രമാതീതമായിട്ട് എന്ത് ചെയ്യും? അപ്പം ലക്ഷണങ്ങളാണ് പറയുന്നത്. നമ്മുടെ എന്താ പറയുക? നഖത്തിന്റെ അഗ്രഹങ്ങൾ, കണ്ണിന്റെ വെള്ളഭാഗം, യൂറിൻ, ഇതിന്റെയൊക്കെ കളർ എന്ത് ചെയ്യുന്നു? യെല്ലോ കളറിലേക്ക് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യുക എന്നതൊക്കെയാണ് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളെ കണക്കാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ നമ്മുടെ ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ട് മക്കളെ? ഇത്രയും കാര്യങ്ങൾ നോക്കിയപ്പെട്ടെ